നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇന്ന് അതിനായിട്ടുള്ള പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. BJP വലിയ രീതിയിലുള്ള പ്രചരണമാണ് BJPയും CPMും കോൺഗ്രസുമെല്ലാം നടത്തിയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സിറ്റിംഗ് MLA ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സിറ്റിംഗ് MLA മത്സരിക്കുന്ന ജഹാംഗീർ ഖാൻ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി പൂർണ്ണമായും ഈ റീപോളിംഗ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിശബ്ദനായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ജഹാംഗീർ ഖാൻ വാർത്താസമ്മേളനം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ നിന്നും താൻ പിന്മാറുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനോട് കൂടിയാലോചിക്കാതെയാണ് ഈ ജഹാംഗീർ ഖാൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ഫാൾട്ട നിയോജക മണ്ഡലം വലിയ വിവാദങ്ങളുണ്ടാക്കിയ മണ്ഡലമാണ്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ മണ്ഡലമായ, ലോക്സഭാ മണ്ഡലമായ ഡയമണ്ട് ഹാർബറിൽ പെടുന്ന നിയമസഭാ മണ്ഡലമാണ് ഫാൾട്ട നിയോജക മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഈ ക്രമക്കേടുകൾ മുഴുവനും നടത്തിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളായിരുന്നു. അതായത് ഇവർ ഈ വോട്ടിംഗ് സമയത്ത്, അല്ലെങ്കിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാലറ്റ് മെഷീനിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനും BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിന് മുകളിൽ സെല്ലോ ടേപ്പ് കൊണ്ട് മറച്ചു വച്ചിട്ടാണ് നിരവധി ബൂത്തുകളിൽ പോളിംഗ് ഏറെ നേരം നടന്നത്. ഇതിനെക്കുറിച്ച് പരാതികൾ വന്നിരുന്നു. ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നേരിട്ട് അന്വേഷിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാൾട്ടയിൽ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ റീപോളിംഗ് പ്രഖ്യാപിച്ചത്. അതായത് ഈ മണ്ഡലത്തിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നമുക്കറിയാം. അതിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, അത് ഒരു റീപോളിംഗ് പോലും ഒരു ബൂത്തിൽ പോലും വേണ്ടി വന്നില്ല. അത്രമാത്രം സമാധാനപരമായി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. എന്നാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിലായിരുന്നു. വലിയ മത്സരമാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം നടന്നത്. മമതാ ബാനർജി മത്സരിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ, ഭവാനിപ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ കടുത്ത മത്സരമാണ് നടന്നത്. പല മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന് പരാജയമായിരുന്നു എന്നതായിരുന്നു വസ്തുത. ഇതാണ് BJPക്ക് ഒരു വലിയ വിജയം സൃഷ്ടിച്ചു കൊടുത്തത്. ബംഗാളിൽ 207 സീറ്റുകളോടുകൂടി പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നടന്ന കനത്ത പോളിംഗ് ആണ്. അവിടെയെല്ലാം തൃണമൂൽ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതുമാണ്. എന്തായാലും ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ റീപോളിംഗ് വേണ്ടി വന്നു. അത് ഈ പറയുന്ന ഫാൾട്ട നിയോജക മണ്ഡലത്തിലാണ്. ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കടക്കുകയും BJPയുടെ ചിഹ്നവും അതുപോലെ തന്നെ BJPയുടെ ചിഹ്നത്തിന് നേരെയുള്ള സ്വിച്ചുമെല്ലാം സെല്ലോ ടേപ്പ് കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് പോളിംഗ് നടന്നു. അങ്ങനെ BJPയുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഉച്ചയോടുകൂടി വ്യാപകമായ അക്രമ സംഭവങ്ങൾ വിട്ട് വോട്ടർമാരെ ഭയപ്പെടുത്തിയൊക്കെയാണ് അവിടെ പോളിംഗ് നടന്നത്. ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലത്തിൽ, അതായത് ഫാൾട്ട മണ്ഡലത്തിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണലൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ മാസം 21, മെയ് 21-ന് പോളിംഗ് നടത്താനും 24-ന് വോട്ടെണ്ണാലുമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതനുസരിച്ചിട്ട് വ്യാഴാഴ്ച വോട്ടിംഗ് നടക്കുകയാണ്. ആ വോട്ടിങ്ങിനായിട്ടുള്ള പരസ്യ പ്രചരണം അവസാനിച്ച് നിൽക്കുമ്പോഴാണ്, അതായത് റീപോളിങ്ങിന് തയ്യാറെടുത്ത മണ്ഡലം റീപോളിങ്ങിലേക്ക് കടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ താൻ മത്സരത്തിൽ നിന്നും പിന്മാറുന്നു എന്നറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പിന്മാറാൻ കാരണമായി പറയുന്നത് ഇത് ജനങ്ങളുടെ സുരക്ഷയെ കരുതിയിട്ടാണ്, വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായും അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഒളിച്ചോടിയിരിക്കുകയാണ്, ഭയന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് എന്നാണ് ഈ ജഹാംഗീർ ഖാൻ്റെ വാക്കുകളോട് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ജഹാംഗീർ ഖാൻ ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമൊക്കെയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു.
ഇയാളുടെ മണ്ഡലത്തിൽ ഇയാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. ഇയാൾക്കെതിരെ വോട്ട് ചെയ്തവരെ ഇയാളുടെ ഗുണ്ടകൾ നേരത്തെ ഭീഷണിപ്പെടുത്തിയതായി നിരവധി പരാതികളൊക്കെ ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു മണ്ഡലം മുഴുവൻ അടക്കി വാഴുന്ന മാഫിയ സ്വഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന ജഹാംഗീർ ഖാൻ. ജഹാംഗീർ ഖാനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നിരവധി കേസുകൾ എടുത്തത് നമ്മൾ കണ്ടതാണ്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയതിനടക്കം കേസുകൾ എടുത്തിരുന്നു. ആ സാഹചര്യത്തിലാണ് റീപോളിംഗ് വേണ്ടി വന്നത്. BJP വിട്ടുകൊടുക്കുന്ന പ്രശ്നമുണ്ടായിരുന്നില്ല. ജഹാംഗീർ ഖാൻ്റെ എല്ലാ നടപടികളെയും BJP കട്ടയ്ക്ക് എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് റീപോളിംഗിലേക്ക് പോകുന്നത്. റീപോളിംഗ് സമയത്ത് BJP സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജഹാംഗീർ ഖാൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഫലവത്തായില്ല എന്ന് വേണം കാണാൻ. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെ വിളിച്ചിരുന്നുവെന്നും ഫാൾട്ട നിയോജക മണ്ഡലത്തിന് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും മണ്ഡലത്തിൻ്റെ വികസനം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മത്സരിക്കുന്നില്ല, മണ്ഡലം വികസനത്തിലേക്ക് പോകട്ടെ, മണ്ഡലത്തിൻ്റെ വികസനത്തിനും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയോട് ആലോചിക്കാതെയും പാർട്ടി അറിയാതെയുമാണ് ജഹാംഗീർ ഖാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നൽകിയിരിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നു. സത്യത്തിൽ മമതാ ബാനർജിക്കും അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനും ശക്തമായ തിരിച്ചടി ഈ ഒരു ജഹാംഗീർ ഖാൻ്റെ പിന്മാറ്റത്തിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ BJP സ്ഥാനാർത്ഥി മാത്രമല്ല അവിടെയുള്ളത്, കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും സ്ഥാനാർത്ഥികളൊക്കെ അവിടെയുണ്ട്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും കാണുന്നത്. കാരണം BJP കഴിഞ്ഞ ഈ ദിവസം ഈ അല്പസമയം മുമ്പ് വരെയും ഹൈ വോൾട്ടേജ് പ്രചരണമാണ്. നിരവധി റാലികളും മറ്റും മണ്ഡലത്തിൽ നടത്തി. BJPക്ക് 207 സീറ്റുകളുണ്ട്. വളരെ സേഫായി സംസ്ഥാനം ഭരിക്കാനുള്ള നമ്പറുണ്ട്. പക്ഷേ എന്നാലും ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി BJP വിജയിക്കണം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ പ്രചരണ രംഗത്ത് ജഹാംഗീർ ഖാൻ്റെ അസാന്നിധ്യം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറും എന്നാരും ധരിച്ചിരുന്നില്ല. എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ, അതോ മമതാ ബാനർജിയെ വിട്ട് സുവേന്ദു അധികാരിക്കൊപ്പം പോവുകയാണോ ജഹാംഗീർ ഖാൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷേ BJP ഇതാ 207 എന്നത് 208 സീറ്റായി ബംഗാളിൽ ഉയർത്താൻ പോകുന്നു എന്നൊരു സംശയം ഇപ്പോൾ ഈ പിന്മാറ്റത്തിലൂടെ ഉണ്ടാവുകയാണ്. വളരെ തന്ത്രപ്രധാനമായ ഒരു മണ്ഡലം കൂടിയാണ് ഈ ഫാൾട്ട മണ്ഡലം എന്ന് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ തൃണമൂൽ സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുന്നത്. അവിടെ BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. പക്ഷേ എങ്കിലും BJPയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ തന്നെ കോൺഗ്രസുമെല്ലാം അവിടെ മത്സര രംഗത്തുണ്ട്. തൃണമൂലിന് അല്ലെങ്കിൽ ജഹാംഗീർ ഖാന് ലഭിക്കുന്ന വോട്ടുകൾ അത് BJPയിലേക്ക് മടങ്ങുമോ അതോ മറ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ലഭിക്കുമോ, ഇതെല്ലാം ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷേ നിർണായകമായ ഒരു റീപോളിംഗ് ആയിരുന്നു. ആ റീപോളിങ്ങിൽ വളരെയധികം നിരാശ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥി സ്വയം പിന്മാറിയിരിക്കുകയാണ്.